നിങ്ങൾ ഇത് കട്ട് ചെയ്ത് കളയരുത്. അല്ല, നല്ല സിനിമകൾ ചെയ്യണം, അത് മസ്റ്റ് ആയിട്ടും. എന്നെ വെച്ച് എന്തായാലും ചെയ്യും. നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഖജുരാഹോ ഡ്രീംസ് എന്ന മൂവിയുടെ ആക്ടേഴ്സും ആക്ട്രസസും ഡയറക്ടറാണ്. ഏകദേശം ഒരു 45 ഡിഗ്രി ചൂടുള്ള സ്ഥലം. ഈ ചൂടിലും നല്ല കുളിര് വരുന്നൊരിടം. ലിറ്ററലി ഹെവൻ. അതേ സ്ഥലം അടിമാലി. അതൊന്നും അല്ലടാ, ഖജുരാഹോ. രതിശില്പങ്ങൾ തീർത്ത ഖജുരാഹോ പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ സ്റ്റഡീസ്. എനിക്കിത് കേട്ടിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടോ? നമുക്ക് പോയാലും കൂടി. അതിൽ സംശയമില്ല, നമ്മൾ എന്തായാലും പോകും. അപ്പൊ എനിക്ക് ഫസ്റ്റ് തന്നെ ചോദിക്കാനുള്ളത്, നിങ്ങൾ എല്ലാരും എന്ത് ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ട് വന്നത്? ഞാൻ വന്ന മുതൽ വിചാരിക്കാണ് മൂവിയായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? അല്ലാതെ ആക്ച്വലി എല്ലാരും പുറത്തിറങ്ങിയപ്പോഴാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. രണ്ടുപേര് കോയിൻസിഡൻസ് ആണെന്ന് പറയാം, പക്ഷെ 4 പേര് അതെ, ഭയങ്കര ഒരു വല്ലാത്ത കോയിൻസിഡൻസ്. ഓക്കെ, ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്, പക്ഷെ ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ, സാറിന്റെ ഫസ്റ്റ് മൂവിയാണല്ലോ ഇത്. അപ്പൊ എന്താണ് സാറിന് പറയാനുള്ളത്? ഖജുരാഹോ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ എല്ലാം സ്വപ്നമാണ്. ഞാനിവിടെ ദുബായിലാണ് കുറച്ച് നാളായിട്ട് ഇവിടെ പ്രൊഡക്ഷനും പരസ്യ ചിത്രങ്ങളൊക്കെ ചെയ്തൊരാളാണ്. അപ്പം സിനിമ അതുപോലെ ലാൽ ജോസിൻ്റെ കൂടെ ആയിരുന്നു. അപ്പം ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഉള്ള ആദ്യം എടുക്കുന്ന ഒരു സബ്ജക്റ്റിന് എന്തെങ്കിലും ഒരു വ്യത്യസ്തം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പം അങ്ങനെയാണ് ട്രാവൽ ജോണർ നമ്മൾ തിരഞ്ഞെടുക്കുകയും ഇങ്ങനൊരു സിനിമയിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിന് പിന്നെ ഇവരുടെ എല്ലാം സഹായം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായി. അതാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ച് പെട്ടെന്ന് പറയാനുള്ളത്. എന്താണ്, ഞാനിപ്പോൾ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് ഇതൊരു ട്രാവൽ മൂവിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കോമഡി ഉണ്ട്, പിന്നെ ത്രില്ലറും ഉണ്ട്. എന്താണ് ഖജുരാഹോ ഡ്രീംസ്? അത് ഖജുരാഹോ ഡ്രീംസ് കണ്ടിട്ട് പറയുന്നതല്ലേ നല്ലത്. എന്നാലും ഒരു ചെറിയൊരു ഇത് എന്താ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുന്നത്? ഖജുരാഹോ ഡ്രീംസ് കാണാൻ പോകുന്നവർക്ക്. ഖജുരാഹോ ഡ്രീംസ് ഖജുരാഹോ എന്ന് പറയുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ടെമ്പിൾ യുനെസ്കോയുടെ അണ്ടറിലുള്ളതാണ്. ഇന്ത്യൻ ആർക്കിടെക്ചർ അതിന്റെ അണ്ടറിൽ നിൽക്കുന്ന യുനെസ്കോയുടെ അണ്ടറിലുള്ള 1000-ന് മുകളിൽ വർഷം പഴക്കമുള്ള ടെമ്പിളാണ്. അത് എനിക്കൊന്ന് ഫോറിനേഴ്സാണ്. നമുക്ക് ഷൂട്ടിന് വേണ്ടി നമ്മൾ ഷൂട്ടിന്റെ സ്ക്രിപ്റ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോയി, ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയി, ഷൂട്ടിന് പോയി. അങ്ങനെ 3-4 തവണ നമ്മളവിടെ പോയിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കഥയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജെൻസി ആൾക്കാർ എന്ന് പറയുമ്പോൾ അവർക്ക് സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ. ഇന്ന് ഈ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ. പക്ഷെ അതല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ക്യാരക്ടർ ആർക്ക് മൊത്തത്തിൽ പറയുന്നത്. അതാണ് ഖജുരാഹോ ഡ്രീംസ് ശരിക്കും പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആദിത്യ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാനൊരു 10 years. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ 10 yearsന് മുമ്പ് കണ്ട ആദിത്യ ഇപ്പൊ കാണുന്നത് ഒരേപോലെ ഇരിക്കും. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? എന്താണ് നമുക്കും കൂടി പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല, എനിക്കിത് നാച്ചുറലി വന്നതാണ്. അല്ല, ഫുഡൊക്കെ ചില സമയത്ത് ഇങ്ങനെ ബാലൻസിങ് ആയിട്ടുള്ള ഷൂട്ടിംഗ് ടൈമിൽ അതൊക്കെ ഞാൻ ഇഷ്ടമുള്ള കഴിക്കുന്ന ഒരാളാണ്, പക്ഷെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അങ്ങനെ ഇഷ്ടമൊക്കെ കഴിക്കും. ധ്രുവിനോടാണ് എൻ്റെ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പം ഓൾറെഡി ഒരു മൂവിയുടെ ട്രെയിലർ റിലീസായെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ഖജുരാഹോവും ഇപ്പോൾ റിലീസാവുമ്പോഴാണ് എന്താ ഒരു ഫീലിംഗ്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ കുറേ കാത്തിരുന്ന് ഒരു എത്തിച്ചേരുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ട്രെയിലർ റിലീസാകുമ്പോഴും അതേപോലെ തന്നെ പടം റിലീസ് എല്ലാം ബാക്ക് ടു ബാക്ക് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ പിന്നെ ഒരു കാര്യം കേട്ടത്, ഇതേപോലെ സത്യമാണെന്നറിയില്ല, ഖജുരാഹോ എന്ന് പറഞ്ഞ ടെമ്പിള് ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണല്ലോ. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പെർമിഷനൊക്കെ എടുക്കേണ്ടി വന്നിരുന്നു കേട്ടിരുന്നു. സത്യമാണോ? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ നമുക്ക് ഏരിയൽ ഷോട്ടൊന്നും നമ്മളെ അനുവദിച്ചില്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് നാളെ സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും എത്രമാത്രം നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു ഷൂട്ട് ചെയ്യാനുള്ളത്.
ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് തന്നെ നമ്മൾ കൂടുതലാണ് ആഗ്രഹിച്ചത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസം നമുക്ക് കിട്ടിയുള്ളൂ ഷൂട്ട് ചെയ്യാൻ പോയി. 2 days അതെ, വളരെ കുറച്ചേ നമുക്ക് കിട്ടിയുള്ളൂ. നമ്മൾ കൂടുതലായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അമ്പലത്തിൽ ആകെ അത്രേ കിട്ടുള്ളൂ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഇത് ആ അമ്പലം അല്ല മൊത്തത്തില് ഇതിന്റെ ഒരിക്കലും അല്ല, അങ്ങോട്ടുള്ള ഒരു ജേണിയാണ്. ട്രാവൽ തന്നെയാണ്, ട്രാവൽ മൂവി തന്നെ പറയാം. ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ജേണിയാണ് അവിടെ എത്തുന്ന വരെയുള്ള ഒരു. അപ്പോൾ പല പല സ്ഥലങ്ങളിൽ എത്തുന്നതും അവിടുന്ന് അങ്ങനെ ഗ്രോത്ത് ചെയ്ത് ലാസ്റ്റ് അവിടേക്ക് എത്തുന്നത്. അപ്പൊ അത് മാത്രമല്ല അവിടെ ഒരു വില്ലേജ് കാണിച്ചിരുന്നു. അതില് ആക്ച്വലി ആ വില്ലേജ് അവിടെ ഉള്ള വില്ലേജ് ആണ്. അതെ, തീർച്ചയായിട്ടും അവിടെ ഉള്ള വില്ലേജ് ആണ്. വല്ലാതെ ഞാൻ വിചാരിച്ചു അതിനു വേണ്ടി ചിലപ്പോ സെറ്റ് ഒക്കെ ഇട്ടുതരും വെച്ചാൽ കാണുമ്പോ ആ ഒരു രീതി തോന്നുന്നുണ്ടായിരുന്നു. ആർട്ട് ഡയറക്ടറിന്റെ ഒരു മിടുക്ക് അതിനകത്ത് ഭീകരമായിട്ടുണ്ട്. അത് അവിടെ ഉള്ള ഒരു സാധാരണ ഒരു അതിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തു, അതാണ് ചെയ്തത്. ഖജുരാഹോ അമ്പലത്തിന് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. അമ്പലത്തിനടുത്ത് തന്നെ. അതായത് അവിടെ ഒരു ആ വില്ലേജ് ഉണ്ട്, കുറച്ചുകൂടി നമ്മൾ ആർട്ട് വെച്ചിട്ട് ഒന്നുകൂടി അതിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. അപ്പൊ ശരിക്കും നമ്മളവിടെ ഷൂട്ടിന് ചെന്നപ്പോൾ ആ ഒരു വില്ലേജ് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്കൊരു ഷോക്കിംഗ് തന്നെയായിരുന്നു. അങ്ങനത്തെ ഇത്രയും ആക്ച്വലി അവിടെ ലൈറ്റും കറണ്ടോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ല. ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ഥലം നേരിട്ട് ഞങ്ങൾ പോയി കണ്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ അവരതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഞാനിപ്പോ വിചാരിക്കുന്നത് അവിടെ ഉള്ളവർ എങ്ങനെയാണ്. ഞാൻ അവരുടെ കൂടെ കുക്കിങ്ങിനൊക്കെ ജോയിൻ ചെയ്തിരുന്നു. അവര് കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കൂടെയൊക്കെ പോയി കുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പുറത്തൊക്കെ ഇരുന്നവര്. ഹിന്ദി തന്നെയാണോ? ഹിന്ദിയാണ്. അങ്ങനെ ഹിന്ദിയിൽ സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ടോ അവിടെ പോയിട്ട്? എന്തോ അവിടെ ചെന്നപ്പോ ഭയങ്കരമായിട്ട് ഹിന്ദി പറയുന്ന പോലെയൊക്കെ തോന്നി. അറിയില്ല, അവിടെ ചെന്നിട്ട് മറ്റേ അതിൽ കാണിക്കുന്ന പോലെ പെൺപിള്ളേരായിട്ടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റിയിട്ടുണ്ടോ? പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല, പക്ഷെ ഇവര് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹിന്ദി അറിയാല്ലേ? കുറച്ചൊക്കെ. പിന്നെ ഈ ആരെങ്കിലും ആളെ അടിക്കാൻ വന്ന തയ്ക്കും കൊണ്ടും ഒക്കെ പഠിച്ചതുകൊണ്ട് നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. ഞങ്ങളുടെ സെറ്റിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷൻ ഇവരുടെ കൂടെ ഒക്കെ ഇതിനകത്ത് ഒരു വലിയൊരു താരനിര തന്നെ ഉണ്ടല്ലോ. ശ്രീനാഥ് വാസി, ഷറഫുദ്ദീൻ, എല്ലാവരും ഭയങ്കര കമ്പനി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കൂടുതലും എനിക്ക് തോന്നി ട്രാവൽ ആയിട്ടുള്ള ഒരു ഷൂട്ടും കാര്യങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു സംഭവങ്ങൾ അവിടെ? എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കുറെ നാൾക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ബൈക്ക് ട്രാവൽ ഒരു മൂവി റിലീസ് ആവും. അതിഥി ബൈക്ക് ഓടിക്കാൻ ഞാനത് വായിച്ചിരുന്നു ഈ മൂവിക്ക് വേണ്ടി. ബൈക്ക് ഒറ്റല്ലാത്ത ഒരാളായിരുന്നു ഞാൻ, കാരണം അത് ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉള്ള ഒരു സമയത്ത് എനിക്കത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയല്ലോ, എനിക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള റോളായിരുന്നു. ശരിക്കും അതുപോലെ തന്നെയായിരുന്നു. കാരണം ത്രൂ ഔട്ട് നമ്മൾ ബൈക്ക് ഓടിക്കണം, അതും നമ്മളിങ്ങനെ സെറ്റ് ഇട്ട സ്ഥലത്ത് ഓടിക്കുന്നല്ല, റിയൽ ഞാൻ പല സ്ഥലത്തും ഞാൻ മിക്കപ്പോഴും പറഞ്ഞല്ലോ, പല സ്ഥലത്തും ഞാൻ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ തിരിച്ചു വരുമായിരുന്നു, എന്നെ കണ്ടില്ലെങ്കിൽ തിരിച്ചു വരുന്ന ഏക അർജുനും ധ്രുവനാണ് ഏറ്റവും കൂടുതൽ തിരിച്ചു വരുന്നത്. കാരണം ഒരാൾ പുറകിട്ടായിരുന്നല്ലോ, കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ ബ്ലോക്കിലൊക്കെ നിൽക്കുമ്പോൾ ഇവർ വന്ന് അങ്ങനെ ഒത്തിരി അങ്ങനെ കൂടുതലും ബൈക്ക് ട്രാവൽ ചെയ്യുന്നതും അങ്ങനത്തെ കുറേ ട്രാഫിക്കൊക്കെ അത്രയും എന്താ പറയുക റഷുള്ള സ്ഥലത്തൂടെയൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ബൈക്ക് ഓടിച്ച് പഠിച്ചത്. അപ്പോൾ എനിക്കൊരു 1 വീക്കൊക്കെ ഇവര് സമയം തന്നു. ആ ബൈക്ക് എനിക്ക് 1 വീക്ക് കൊണ്ട് ഓടിക്കാൻ, കാരണം നമുക്ക് സൈക്കിൾ, ഇനി അത് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതെങ്ങനെ എടുക്കുന്നത് എനിക്ക് അറിയില്ല. സൈക്കിൾ ബാലൻസ് ഉണ്ടോ? അതുണ്ട്. പിന്നെ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കൊരു 2 വീലറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഗിയറുള്ള ബൈക്ക് അങ്ങനെ എനിക്ക് പക്ഷെ ഇഷ്ടമാണ്, ക്രേസാണ്. ഇപ്പം ബൈക്ക് എടുത്ത് അങ്ങനെ എനിക്കിഷ്ടം ബൈക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഓടിക്കാനുള്ള. അത് ഈ ഖജുരാഹോ ഡ്രീംസ് ആയിരുന്നു. ഇപ്പൊ ഓടിക്കാറുണ്ട് ബൈക്ക് ഇഷ്ടം. ബൈക്ക് ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ച് ഞാൻ ഓടിച്ചോട്ടെ, ഇതിന്ന് കിട്ടിയൊരു കോൺഫിഡൻസാണ്. അതെ, ആ ഒരു മൂവി കാരണം ബൈക്ക് ഓടിക്കാൻ. സിറ്റികളിലൂടെയും ഭയങ്കര തിരക്കുള്ള സിറ്റികളിലൂടെ അത് റോഡ് പോലും കറക്റ്റ് അല്ലായിരുന്നല്ലോ. ഡയറക്റ്റ് മനോജേട്ടനൊക്കെ എന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഷോർട്ടൊക്കെ സിമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ ഹലോ ബൈക്ക് ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. പക്ഷെ പിന്നെ അതങ്ങ് ഓക്കെ. മൈസൂർ വഴിയൊക്കെ പോകുന്നത് മൈസൂരാണ് നിങ്ങൾ ഭയങ്കര ഒരു ഏരിയ. നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രാവൽ മൂവി കുറേ സ്ഥലങ്ങളിൽ ഷൂട്ട് ഉണ്ടായിരുന്നില്ലേ? എനിക്കും ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു ട്രാവൽ. കുറെ നാൾക്ക് ശേഷമല്ലേ ഇങ്ങനത്തെ ഒരു മൂവി വരുന്നത്. ഈവൻ കോവിഡിന്റെ ഇടയിൽ നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. കോവിഡിന്റെ ഇടയിൽ സമയത്തൊക്കെ നമ്മൾ വളരെയധികം അതൊക്കെ ഭയങ്കര ചാലഞ്ചിങ് തന്നെയാണ്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിലും ഞങ്ങളുടെ ഇടയിലൊക്കെ അതൊരു അതല്ല, ഒരുപാട് താമസിച്ചെടുത്തു, ഒരുപാട് ദൂരെയായിരുന്നു. വില്ലേജ് ഒരുപാട് ദൂരെയായിരുന്നു താമസിക്കുന്നത്.
അപ്പൊ ഈ മൂവി റിലീസ് ആവുമ്പോ ആക്ച്വലി നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തിയേറ്ററിൽ അത് കാണാൻ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ഖജുറാഹോ ഡ്രീംസ്. ഞങ്ങൾക്ക് എല്ലാം നമ്മള് ഒരു തവണ UP-യിലുള്ള സമയത്തല്ലേ മറ്റേ പള്ളി പൊളിച്ചതിന്റെ പ്രശ്നവും നമ്മള് ഹോട്ടലിൽ അല്ല ആ സമയത്തൊരു വിഷയം അല്ല, അതൊരു വേറൊരു വിഷയം ഉണ്ടായതിന്റെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട അത് എന്നാണ്. ആക്ച്വലി മൂവി ഷൂട്ട് ചെയ്യാൻ എത്ര നാളെടുത്തു? കുറച്ച് നാളെടുത്തു. കുറെ നാളെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാരും തിരക്കുള്ള ആർട്ടിസ്റ്റാണ്. അതെ, എനിക്ക് ആ സമയത്തും ഈ സമയത്തും എല്ലാരും തിരക്കുള്ള ഒരു അർജുനശൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു വർഷം തന്നെ കുറെ മൂവീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒന്നാമത് ട്രാവൽ മൂവിയാണ്, പിന്നെ പല ഷെഡ്യൂളുകളാണ്. അപ്പൊ അതുകൊണ്ട് കുറെ സമയം എടുത്തു. ഓക്കെ, എന്താണ് ധ്രുവിന്റെ ക്യാരക്ടർ എന്താണ്? സൂര്യ എന്ന് പറഞ്ഞിട്ടാണ് പേര്. ഒരു ഇയാളാണ് ഈ വള്ളിക്കെട്ടലെല്ലാം കൊണ്ടുവരുന്നത്. കാരണം ഈ ക്യാരക്ടറാണ് ഇവരെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങനൊരു പരിപാടി ഉണ്ട്, അത് പടം കാണുമ്പോൾ മനസ്സിലാവും, ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ നിന്നാണ് ട്രാവൽ തുടങ്ങണത് ആക്ച്വലി. അപ്പോൾ അവിടെ എത്തുമ്പോഴുള്ള പ്രശ്നങ്ങളും ഇതൊക്കെയാണ്. ആ ക്യാരക്ടർ അങ്ങനെയാണ് എല്ലാ ശരിക്കും സിനിമയ്ക്കകത്ത് ഒരു ചാർലി പോലെ ട്രാവൽ ചെയ്യുന്ന ആളാണ് ഞങ്ങളുടെ ഗാങ്ങിലേക്ക്. ലോല ക്യാരക്ടർ. അപ്പൊ ഇതിലേക്ക് ഇവരുടെ ഗാങ്ങിലേക്ക് വരുവാണോ? ഓൾറെഡി മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ഗ്യാങ് ആണ്. എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് അതങ്ങനെ വന്ന് എല്ലാവരും ജോയിൻ ചെയ്യുന്ന അതല്ല സിനിമയിൽ. ഞങ്ങൾ ഓൾറെഡി ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ കാണിക്കുന്ന ഒരു സിനിമ. അപ്പം അവിടെ നിന്ന് ഈ ട്രാവലിലേക്ക് വരുന്നത് സൂര്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അദ്ദേഹമാണ് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ആള് പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ എന്നാൽ പോവാം, ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാം, ബൈ റോഡ് ബൈക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ലേ, ആ പരിപാടിയിൽ തുടങ്ങുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിലെ ട്രെയിലറിൽ ഞാനൊരു ഡയലോഗ് കേട്ടിരുന്നു, അവിടുത്തെ ഗേൾസ് എന്താ ആരുടെ ദേഹത്ത് ഈ റെഡ് കളറ് പൊടി എറിയുന്നോ അവരെ കല്യാണം കഴിക്കാൻ പറ്റും പറയുന്നത് സത്യത്തിൽ അവിടെ ഉള്ള സംഭവമാണ്. അല്ല, ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും ഉള്ള ഒരു കാര്യം തന്നെയാണ്. പല ട്രഡീഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പല സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നോർത്ത് ഇന്ത്യയിൽ ഉള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നാളെ നമ്മൾ സിനിമ ചെയ്യുന്നതും അല്ല ഇപ്പോഴും ആഗ്രഹിക്കുന്നത്, നാളെ ഈ സിനിമ നന്നായിട്ട് വർക്കൗട്ട് ആയാൽ കേരളത്തിലെ ആൾക്കാർ ഖജുറാഹോയിലേക്ക് പോകണം, ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നും. ഞാനും ആദ്യമായിട്ടാണ് ഈ ഖജുറാഹോ എന്ന് പറഞ്ഞത് കേൾക്കുന്നത്. മധ്യപ്രദേശിലാണ് അല്ലേ? ഞാൻ ജനിച്ച സ്ഥലമാണ് മധ്യപ്രദേശ്. പക്ഷെ എനിക്കറിയില്ല, ഞാൻ ഇൻഡോറിലാണ് ജനിച്ചത്. പക്ഷെ എനിക്കറിയില്ല മധ്യപ്രദേശിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. ഇനി ഞാൻ ചെറുതായി എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് ചോദിക്കേണ്ടി വരും. അടുത്താണ് വഴിയാണ് ഞങ്ങളും. ആണല്ലേ? പക്ഷെ എനിക്കറിയില്ല, ഞാൻ തീരെ ചെറുതായിരുന്നു, അതുകൊണ്ട് എനിക്കറിയില്ല. സത്യം ഞാൻ കേൾക്കുന്ന ഇത്ര 1000 വർഷങ്ങൾക്കുള്ള മുകളിൽ ഇതുള്ള ഈ ടെമ്പിൾ ഇന്നും നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജോലിയല്ലേ. അത് യുനെസ്കോയുടെ അണ്ടറിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അത് കീപ്പ് ചെയ്യണം. അത് അതുപോലെ ഫുൾ മറ്റേ സ്കൾപ്ചേഴ്സ് ആണ്. പക്ഷെ അത് ശരിക്കും ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അത് ചുറ്റും മലകളാണ്. ഈ മലയിൽ ഒരു ചെറിയൊരു ഡാം കെട്ടിയിട്ട് അവിടെ വെള്ളം നിറയ്ക്കേണ്ട ആവശ്യം വരില്ല, മഴ പെയ്യുമ്പോൾ നിറയും. അങ്ങനെ നിറഞ്ഞിട്ട് തോണിയിൽ പോയിട്ടാണ് പണ്ടത്തെ കാലത്ത് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെയാണ്. വെള്ളത്തിലായിരുന്നു. ഇത് ഭയങ്കര ഹൈറ്റിലാണ്. ഈ വെള്ളത്തിൽ നിന്ന് തന്നെ ഭയങ്കര ഹൈറ്റിലാണ്. അത്രയും കയറിപ്പോയാലും നമ്മൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയൊക്കെയാണ്. അല്ല, പക്ഷെ നമ്മൾ പോകുമ്പോൾ വെള്ളമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ വെള്ളമില്ല. വെള്ളം ഉണ്ടായിരുന്ന ഒരു സമയം, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ല, വണ്ടി അങ്ങനെ എത്തുന്ന ഒരു സ്ഥലമാണ്. ട്രാവലിംഗ് ഒന്നും കുഴപ്പമില്ല. അല്ല, ഇപ്പൊ ഇവിടെ ഒരു ടൂറിസ്റ്റ് പോലെ ഞാൻ കണ്ടിരുന്നു. ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഫോറിനേഴ്സ് ഒക്കെയാണ് കൂടുതൽ അവിടെ വരുന്നത്. അതായിരിക്കും ഇന്ത്യക്കാർ പോകാത്ത, ബിക്കോസ് ഓഫ് ഈ സ്കൾപ്ചേഴ്സ് ആയിരിക്കും ഇന്ത്യക്കാർ പോകാത്ത തോന്നുന്നു. ഫോറിനേഴ്സ് ആണ് ഫുൾ അവിടെ വരുന്നത്. ഇഷ്ടം കാണേണ്ട ഒരു അമ്പലമാണ്. കാണുന്നതായിരിക്കും. വേറൊരു കാര്യം ചോദിക്കാണ്, ധ്രുവ് ആക്ച്വലി ഒരു നടനായില്ലായിരുന്നെങ്കിൽ എന്തായാലും എന്ത് ജോബായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക? എന്റെ IAS. അല്ല, ഇപ്പൊ നമ്മൾ നടനായില്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. എന്തായിരിക്കും അവരുടെ ഓപ്ഷൻ? ഞാൻ എയർപോർട്ടിൽ ജോലി ഉണ്ടാവും. ഞാൻ അതാ ചെയ്യണ്ടായിരുന്നു. എയർപോർട്ടിൽ ജോബ് ചെയ്യായിരുന്നു. ക്യാബിൻ ക്രൂ ആയിരുന്നു. ഗ്രൗണ്ട് സ്റ്റാഫ് ആയിരുന്നു. വിചാരിച്ചുള്ള എനിക്കറിയില്ല. ഇതേ ഉള്ളു, ഓരോ ഓപ്ഷൻ ഇതേ ഉള്ളു. എനിക്കറിയില്ല എന്തായിരുന്നു സത്യമായിട്ടും. കുട്ടിക്കാലത്ത് അങ്ങനെ ഒന്നും തോന്നില്ല, ഇന്ന ആളാവണമെന്ന് അങ്ങനെ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നു? കുട്ടിക്കാലത്ത് എനിക്ക് കുറെ എണ്ണം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഓരോ സമയത്ത് ഇങ്ങനെ മാറി മാറി വരുമല്ലോ. അപ്പൊ അതിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോഴും എന്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ സിനിമ ഫീൽഡൊക്കെ തന്നെയായിരുന്നു ഇഷ്ടം ചെറുപ്പത്തില്. ഏതൊരു പോയിന്റ് വ്യൂലാണ് ഇതേപോലെ എനിക്ക് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സിനിമ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ
ചെറുപ്പത്തിൽ 4ാം ക്ലാസ്സിൽ തോന്നിയ ഡ്രീം തന്നെയാണ്. അച്ചീവ് ചെയ്തു. അതെ, പക്ഷെ ഇഷ്ടംപോലെ ഡ്രീം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെയാണ് 4, 5 ആ സമയത്താണ്. ആ സമയത്തൊക്കെ ഡ്രീം എന്താന്ന് പോലും എനിക്കറിയില്ല. ഡ്രീം ഒന്നുമില്ല, അയ്യോ എനിക്കിത് ആവണം എന്നൊന്നും അങ്ങനെ ഒന്നുമില്ല. അന്ന് ഭയങ്കര എനിക്ക് നല്ല രസമുണ്ട് അത് കാണുമ്പോഴൊക്കെ. നമുക്ക് എന്തോ എല്ലാവരും ഒരു തിയേറ്ററിൽ പോകുമ്പോൾ എല്ലാവരും ഒരുപോലെ ഒരു സ്ഥലത്തോട്ട് നോക്കിയിരിക്കുന്നു. ഞാനിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ തിയേറ്ററിൽ എല്ലാവരും നോക്കുന്ന ഒരു സ്ഥലം സ്ക്രീനിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മളുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്നുള്ളൊരു ഫീലാണ് ഫസ്റ്റ് കിട്ടിയ ഒരു എന്താ പറയുക, അട്രാക്റ്റഡ് ആയത് അവിടെയാണ്. പിന്നെ അതിങ്ങനെ എപ്പോഴൊക്കെയോ. അപ്പൊ ഇപ്പം എന്താ ഒരു ഫീലിംഗ്? ആ ഒരു ഇതിൽ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ ഒരു ഫീലിംഗ്? എന്താ നല്ല അതറിയാം, അത് നല്ലൊരു സന്തോഷമുള്ളൊരു ഫീലിംഗ് ആണ്. ഏറ്റവും കൂടുതൽ സന്തോഷം ഇതുപോലെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണോ? അതെ, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള. അത് മാത്രമല്ല, എനിക്ക് എല്ലാം കുട്ടി കാര്യങ്ങളൊക്കെ സന്തോഷമാണ് ഇപ്പോൾ. എല്ലാം സന്തോഷം. എന്താണ് നെക്സ്റ്റ് മൂവി? ഏത് മൂവിയാണ് വരാൻ? നെക്സ്റ്റ് എനിക്ക് സന്നിധാനം PO എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്. അത് ബൈലിംഗ്വലാണ്. കന്നഡ, തമിഴ്, മലയാളം 3 ലാംഗ്വേജസിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം അതാണ്. പിന്നെ ലാസ്റ്റ് റിലീസായത് ഫീനിക്സ് വീഴാൻ എന്ന് പറഞ്ഞ്, അതാണ് തമിഴ് ഫസ്റ്റ് ഫിലിം ലോഞ്ചായത്. വിജയ് സേതുപതി സാറിൻ്റെ സൺ ലോഞ്ചായ ഫിലിം. അപ്പോൾ അതാണ് എൻ്റെ തമിഴ് ഫസ്റ്റ് ഫിലിം. പിന്നെ മലയാളം അങ്ങനെ. ഇതിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ പറഞ്ഞല്ലോ, ഒരു കറണ്ട് ഇല്ലാത്ത അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അവിടെ പോയി കുറേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം? അതാ ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ കുക്ക് ചെയ്യുക. ഇവര് നമ്മൾ ഷൂട്ടിൽ ഞാൻ അവരുടെ കൂടെ പോയി കുക്ക് ചെയ്യും. കാരണം അവര് പുറത്തിരുന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരുമിച്ച് ഫാമിലിയിൽ, അമ്മയെല്ലാം കുട്ടികളൊക്കെ കൂടെ ഇരുന്നിട്ട് ഞാൻ ആ വീഡിയോ ഒക്കെ എന്നിട്ട് എൻ്റെ സോഷ്യൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി അവർ. അതാണ് ഏറ്റവും എനിക്ക് കണ്ടപ്പോൾ തോന്നി. ഭയങ്കര ഹാപ്പി. അവരിതിന് വേറൊരു ലോകം പുറത്തുണ്ടെന്നുള്ളൊരു ഫീൽ ഇല്ലാതെ ജീവിക്കുന്ന, അവരുടെ ലോകത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു. എനിക്കൊന്ന് പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാർക്കൊന്നും അങ്ങനെ വരാൻ പറ്റാത്ത ഗ്രാമം അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ്? അങ്ങനെ ഉണ്ടോ? അങ്ങനെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. പക്ക ഒരു ഗ്രാമം, അങ്ങനെ കറണ്ടൊന്നും ഇല്ലാതെ. പക്ഷെ അവരെന്നെ കൃഷി ചെയ്യുന്ന കപ്പലണ്ടി, വേറെ എന്തൊക്കെയോ ഉണ്ട് അവിടുത്തെ കൃഷികൾ. അതിലൊക്കെ അവര് നമ്മുടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഭയങ്കരമായിട്ട് നമ്മളോട് സഹകരിച്ചു. അവരതൊക്കെ തന്നു വിട്ടു നമുക്ക് കുറെയൊക്കെ. എനിക്ക് കുറെ ഒരു കിറ്റൊക്കെ തന്നു വിട്ടിരുന്നു. അവര് നല്ല സഹകരണമായിരുന്നല്ലേ ഷൂട്ടിംഗ്? നല്ല ആൾക്കാരാണ്, പാവങ്ങളാണ്, നല്ല ആൾക്കാരാണ്, പാവങ്ങളാ. അവർക്ക് ഭയങ്കര നന്മയുള്ള കുറെ പേര്. ഇപ്പോഴും അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ നമുക്ക് അതിന് സന്തോഷമായി. ഇപ്പോഴത്തെ ഈ ഒരു സത്യം മസ്റ്റായിട്ടും അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതാണ് അനുഭവം. പിന്നെ അങ്ങനെ വേറെ അനുഭവങ്ങള് അനുഭവങ്ങള് ഒന്നാലോചിക്കട്ടെ. ആദ്യമായിട്ട് ആക്ച്വലി ലോറി ഓടിച്ചത് ആ സിനിമയിലാണ്. അത് പക്ഷെ ഭയങ്കര രസകരമായിരുന്നു. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഷോട്ടാണ്. ആക്സിഡന്റ് പറ്റി ലോറി ഞാൻ എടുത്ത് പിന്നാലെ ചേസ് ചെയ്ത് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അങ്ങനത്തെ ഒക്കെ സീനാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മനോജേട്ടൻ അറിയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ അത് നൈറ്റ് ആദ്യം ഓടിച്ചു, രണ്ടാമത് പേഷ്യന്റ് കയറി, പേഷ്യന്റ് കയറിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സീന്. ക്യാമറ എവിടെയായിരുന്നു? ഞാൻ ആക്ച്വലി ആദ്യമായിട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര അഡ്വഞ്ചറായിരുന്നു. അത് മറക്കാൻ പറ്റില്ല. പിന്നീട് പറഞ്ഞത് ഇത് കഴിഞ്ഞ ആദ്യം പറയണമെന്ന് തോന്നിയില്ല. എനിക്ക് ഓടിക്കണം എന്നാ തോന്നിയത്. ക്യാരക്ടർ ചെയ്യാനുള്ള അതെ അതെ അതെ. ആ സമയത്ത് ആ ആക്ടിവിറ്റി അങ്ങനെയാണ്. ഒരു ചെറിയൊരു തള്ളലും പിടിക്കലും അടിയും അങ്ങനത്തെ ഒരു സാധനത്തിന് പെട്ടെന്ന് കയറി വണ്ടി എടുത്ത്, കാരണം ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്, ആ പേഷ്യന്റിനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ ടാറ്റാ എന്നുള്ളൊരു ആ സമയത്ത് ചെയ്തുപോയി. അല്ല, നമുക്ക് അങ്ങനത്തെ ചെയ്യാൻ ഇഷ്ടമുള്ള അതാണല്ലോ ആക്ടിങ്. അല്ല, അത് ഉള്ളിലുള്ള ഒരു ആഗ്രഹം. അല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ക്രേസ് ആണ്. അല്ലാതെ മാത്രമല്ല കഥാപരമായി തന്നെ ഇതൊരു ട്രാവൽ ജോണേഴ്സിന് ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇവരിലൊരു നന്മയുണ്ടല്ലോ. ആ നന്മയാണ് അവർ ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകുമ്പം അതിഥി ക്യാരക്ടർ തന്നെ കംപ്ലീറ്റ് വ്ലോഗ് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിരുന്നു ഇങ്ങനെ അതിലൊരു സീൻ ഉണ്ടായിരുന്നു. എനിക്ക് അറിയാത്ത പരിപാടി ഞാൻ ഈ പടത്തിലൊക്കെ വ്ലോഗിങ് എനിക്കറിയില്ല. സ്റ്റിൽ എനിക്ക് അറിയില്ല. നമുക്ക് വെറുതെ ചുമ്മാ നമ്മുടെ സെൽഫി വീഡിയോസ് എടുക്കാന്നല്ലാതെ ഈ സംസാരിക്കില്ല. ഹലോ ഗൈസ്. ഞാൻ കണ്ടിരുന്നു ഇതേപോലെ ഒരു സീൻ ഉണ്ടായിരുന്നു. ശ്രീനാഥ് ഭാസ്കരൻ അവര് കുളിക്കാൻ പോവാണെന്ന് തോന്നുന്നു. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അവർ തുണി കൊണ്ട് പിന്നെ കാട്ടി പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ക്യാമറ ഇങ്ങനെ, കാരണം ഞാനൊരു ബ്ലോഗറാണ്. അപ്പൊ അങ്ങനെ. പിന്നെ എനിക്ക് പറയാൻ വന്നത്, ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇവരാണെങ്കിലും ഫസ്റ്റ് കഥ പറഞ്ഞപ്പം ബൈക്ക് ഓടിക്കാൻ ചോദിച്ചപ്പോ തന്നെ ആദ്യം പിന്നെന്താ ഓടിക്കാം, എനിക്കറിയില്ല.
പക്ഷെ നമ്മുടെ ഇഷ്ടം കൊണ്ട് എന്തോ നമ്മുടെ ഉള്ളിലൊരു ഇൻസ്റ്റിങ് ഉണ്ടാവില്ല പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ച് ട്രിപ്പ് ഒക്കെ ഇപ്പൊ പോകാനുള്ള ഒരു പടം ഒത്തിരി നമ്മളെ അതുകൊണ്ട് പേഴ്സണലി ഞാനും ഹെൽപ്പ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ലോറി ഓടിച്ചു പോകാൻ ഒരാട് വീട് തുറക്കുന്നു. ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ടോ നമുക്കിപ്പോ യുഎയിൽ ഇഷ്ടംപോലെ രാത്രി ആകുമ്പോൾ ലോറി ഓടിക്കുന്ന അങ്ങനത്തെ കുറെ ഇതൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കാട്ടോ. യുഎയിലുള്ളതല്ലേ അറിയാലോ. നമ്മള് വിഷയം മാറിപ്പോകുന്നു. ഓക്കെ, എന്താണിത് മൂവി ആയിട്ടുള്ളൊരു ചോദ്യമല്ല, എന്താണ് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ഫുഡ്? എന്താണ് ട്രാവലിംഗ് ആളായതുകൊണ്ട് സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ദോശയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ദോശയുടെ ഫുൾ ടൈം ദോശ കിട്ടി ഞാൻ ഓക്കെയാണ്. പിന്നെ തടി ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ മാത്രം ഞാൻ ദോശ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിൽക്കും. അല്ലെങ്കിൽ മിക്കതും അമ്മ ദോശ. ധ്രുവന്റെ അമ്മ നന്നായിട്ട് ദോശ ചമ്മന്തി ഞങ്ങൾ പോയിട്ട് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാ. ധ്രുവൻ നോർമലി തന്നെ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. കഥ പറയുമ്പോഴൊക്കെ അപ്പം നൂഡിൽസ് ഭയങ്കരമായിട്ട് കഴിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാഗി ഈ മൂവിയില് വലിയ പ്രശ്നം പറ്റി കാണത്തില്ലല്ലോ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ റിയൽ ഈ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ് ബൈക്കിൽ തന്നെ. അല്ലെ മൂവിയുടെ സമയത്ത് ലൊക്കേഷൻ ഫുഡൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ ഫുഡ് കുറച്ച് അവിടത്തേക്കായിരുന്നു, അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ. നോർത്ത് ഇന്ത്യൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ഫുഡ്. അവരുടെ ഓയില് ഇത്തിരി പ്രശ്നമാണ്. ഓയില് കടുകെണ്ണ യെല്ലോ കളർ ഫ്ലവറിന്റെ അത് ഇത്തിരി പ്രശ്നമാണ്. നമ്മൾ ചിലപ്പോ കൂടുതലും കഴിച്ച ചോറും തൈരാന്ന് തോന്നുന്നു അവിടുത്തെ. നല്ല തൈര് കിട്ടും, അങ്ങനെ പശുവൊക്കെ ഉള്ള നല്ല തൈരാ. അപ്പം കേടും റൈസും അച്ചാറും അതാണ്. പപ്പടം അല്ല എല്ലാവരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. എല്ലാവരും അങ്ങനെയുള്ള ഗ്രാമവും ഒരു സിറ്റിയിലല്ലല്ലോ നമ്മൾ ഷൂട്ട്. ഗ്രാമത്തിലാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും. ടെക്നിക്കൽ സൈഡിലാണെങ്കിൽ പോലും അതിനെല്ലാം ആർട്ടിസ്റ്റിന്റെ തരത്തിൽ തന്നെ നല്ല സപ്പോർട്ട്. നിറയെ പൊടി, അവിടുത്തെ ഒരു പൊടി പ്രത്യേകം മണ്ണ്. അത് മധ്യപ്രദേശ് ആണെങ്കിൽ ഒരു രാജസ്ഥാൻ ലുക്കാണ് ആ ഒരു സ്ഥലത്തിനൊരു രാജസ്ഥാൻ ലുക്ക്. എന്നും തുമ്മലും പ്രശ്നങ്ങളായി. ചേട്ടന്മാർ ഫുള്ള് അർജുനും ധ്രുവനൊക്കെ എന്നും പ്രശ്നമായിരുന്നു. എന്നിട്ട് അവരത് വെച്ചിട്ടാണ് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ മാറി നിന്ന് തുമ്മിയിട്ടൊക്കെ വന്നിട്ട് പിന്നെ ഷോർട്ട് പറയും, ഇവര് ഡയലോഗൊക്കെ പറയും. അപ്പൊ ഞാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും നമ്മള് അന്ന് നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നു. ഇത് ആക്ച്വലി ഒരു എന്താ ട്രാവൽ മൂവിയാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇഷ്ടംപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ട്രാവൽ ഒക്കെ ചെയ്തിട്ടുണ്ടാവും? ഇല്ല ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ട്രാവലർ അല്ല, ഇഷ്ടംപോലെ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് ട്രാവൽ ചെയ്തപ്പോ ഇതേപോലെ ഉണ്ടായ എന്തെങ്കിലും രസകരമായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങള്, അനുഭവങ്ങള് എവിടം വരെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ ഒറ്റയ്ക്കും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ? ഞാൻ ഹിമാലയം ബൈക്കല്ല കൂടുതലും, അല്ലാതെയും പോവും. ഹിമാലയത്തേക്കാണ് ഏറ്റവും കൂടുതൽ ഞാൻ ട്രാവൽ ചെയ്തിരിക്കുന്നത്. പിന്നെ സോളോ ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കറങ്ങും. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, എന്തായാലും കറങ്ങിയിരിക്കും. രസകരമായ അനുഭവം അങ്ങനെ പേടിപ്പെടുത്തുന്ന അനുഭവമൊന്നുമില്ല. പെട്ടെന്ന് വെച്ചപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ അടുത്ത പടത്തിന് പറയും. അടുത്ത പടം പ്രേതത്തിനെ പറ്റി അങ്ങനത്തെ എന്തെങ്കിലും മൂവിയാണോ? അല്ല, അങ്ങനെ എന്തെങ്കിലും വരുമ്പോ ഇനിയിപ്പോ ഇത് ഓർത്ത് വെക്കാലോ. അതാ അതിന് പറയാൻ വേണ്ടി ഓർത്ത് വെക്കാലോ. അപ്പൊ എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ് ഫിലിം റിലേറ്റഡും അല്ലാതെയും എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എന്താണ് ഫിലിം ഇപ്പൊ ചെയ്തിട്ട് 2 സിനിമ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരെണ്ണം ഒറ്റക്കൊമ്പ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ബേബികൾ, ഇതൊക്കെയാണ് ഇനിയിപ്പം വരാനുള്ള സിനിമകൾ. അല്ലാതെ ഫ്യൂച്ചർ പ്ലാൻസ് സിനിമ തന്നെ മറ്റു പല മേഖലകളും നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ആക്ടിങ് അല്ലാതെ തന്നെ ഡയറക്ഷൻ അതാണ് ഉദ്ദേശം. അല്ല, പ്രൊഡക്ഷൻ ഒക്കെ. എനിക്കൊരു പ്രൊഡ്യൂസർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് ആദ്യമായിട്ട് അതെ ആഗ്രഹമാണല്ലോ, നമുക്ക് പറയാലോ. ആഗ്രഹമാണ്, അല്ലാണ്ട് ഇത് 4ാം ക്ലാസ്സില് ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അപ്പൊ അത് അന്ന് കൊച്ചുകൂട്ടി എന്റെ കയ്യിലൊന്നും ഇല്ലാതെ, അതുപോലെ ഇന്ന് ഞാൻ 10 വർഷമായിട്ട് ആക്ടറാണ്. അപ്പൊ ഇപ്പൊ അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസർ അതന്നെയാണ് ആവണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ ആയിരിക്കും. എന്നിട്ട് വേണം ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിളിക്കാം. എന്താണ് ധ്രുവിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാണ്? ഇതന്നെ ആക്ടിങ് ഇത് തന്നെ, അല്ലാതെ വേറെ ഈ പറഞ്ഞതുപോലെ ഡയറക്ഷൻ അങ്ങനെ വേറെ മേഖലകളിലേക്കൊന്നും? വേറെ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ എഴുതില്ല. അത് ഒരു കറക്റ്റ് ഫ്ലോയിൽ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല.
തോട്ട്സ് മാത്രമായിട്ട് വന്നു ഏതെങ്കിലും തുടങ്ങിയിട്ട് സ്ക്രിപ്റ്റ് ഇതുവരെ കംപ്ലീറ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് അല്ല. ത്രെഡ്സ് എഴുതി വെക്കും. എനിക്കത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ അവസാനിക്കണം ഒന്നും അറിയില്ല. ആരെങ്കിലും ഇതൊരു പറഞ്ഞു കേട്ടിട്ടുണ്ടോ സ്റ്റോറി എന്തെങ്കിലും? 2-3 ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ മടക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനോജേട്ടൻ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടോ സ്റ്റോറി എന്തെങ്കിലും? ഇല്ല അങ്ങനെ സംസാരിച്ചിട്ട് ഇല്ല. ഇപ്പോഴാണ് അറിഞ്ഞതല്ലേ സ്റ്റോറി എഴുതുന്നത്? അല്ല, എൻ്റെ എഴുതുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഒരെണ്ണൊക്കെ ഇത് വർക്കാക്കാം, പക്ഷെ ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞങ്ങൾ ഒരുപാട് സബ്ജക്റ്റുകൾ സംസാരിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ റീസെന്റ് പോലും നമ്മൾ സംസാരിച്ചിരുന്നു. എന്താണ് മനോജിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഞങ്ങളൊക്കെ വെച്ച് ഇനിയും സിനിമകൾ ജമ്മത്ത് ചെയ്യില്ല അത്. എന്നെ വെച്ച് എന്തായാലും ചെയ്യും. നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം. ഉത്തരം പറയുന്നില്ല. നൈസായിട്ട് മാറി. അങ്ങനെ ഇപ്പോഴും ഉത്തരം പറയുന്നില്ല. നിങ്ങളിത് കട്ട് ചെയ്ത് കളയരുത്, അല്ല, കാണണം, നല്ല പ്രേക്ഷകർ ഇത് സിനിമകൾ കാണണം. ചെയ്യണം, അത് മസ്റ്റ് ആയിട്ടും. കാരണം എനിക്ക് നല്ല സിനിമകൾ ചെയ്താൽ മതി, അതിൽ ഞാനുണ്ടാവില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഇത് ഇത്രയും ചോദിച്ചിട്ടാ ഉത്തരം പറഞ്ഞേ. ആദ്യം നല്ല സിനിമ എടുക്കട്ടെ, സിനിമ ആയിട്ടുള്ള casting ആദ്യം നല്ല സിനിമ ഉണ്ടാകട്ടെ. ഉണ്ടാകട്ടെ. ഫസ്റ്റ് സിനിമ ആദ്യം റിലീസ് ആവട്ടെ അല്ലേ? അതെ അതെ അതെ. ഇങ്ങനത്തെ ഒരു ഗ്യാങ്ങിന്റെ ഇടയിലാണ് പാവം ഈ കൊച്ചു അതെ അതെ. എന്താണ് ഇങ്ങനത്തെ ഒരു ഗ്യാങ്ങിന്റെ സെറ്റിലൊക്കെ ഭയങ്കര രസമായിരിക്കും. കാരണം ഇവരെല്ലാരും ഭയങ്കര കോമഡിയുടെ ഇങ്ങനെ ആയിരുന്നില്ല. ഇവര് ഗാങ്ങിൽ പോയിരിക്കും. ഇവര് എത്ര തന്നെ, അതായത് ലോലയുടെ ക്യാരക്ടർ കുറച്ച് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളത്, ഭയങ്കര ബോൾഡാണ്. ഞാൻ കുറച്ച് ഇൻവെർട്ടറാണ്. അപ്പൊ ഞാനിങ്ങനെ സീൻ ചെയ്തിട്ട് മാറി വന്നപ്പോ ഇവര് പറഞ്ഞു അത് ഇതല്ല, നമ്മൾ കുറച്ചും കൂടി ഇവരൊക്കെ എടുത്ത് നിക്കണം. അപ്പൊ എനിക്ക് ഇവരെ പരിചയം. ക്യാരക്ടർ ആയിട്ടോ അതോ അല്ലാതെ തന്നെ സെറ്റിലോ? അങ്ങനെ സെറ്റില് ഞാൻ ഒരു സീൻ ചെയ്ത് ഞാൻ വേറെ പോയൊക്കെ ഇരിക്കുന്നത്, ആ ക്യാരക്ടർ അങ്ങനെയല്ല. അപ്പം അത് അങ്ങനെയാണോ? ഞാൻ അങ്ങനെയാണ്. എനിക്ക് കുറച്ച് സമയം എടുക്കും. അപ്പം എനിക്കിപ്പോ അങ്ങനെ തോന്നില്ല. അല്ല, ഇപ്പൊ ഓക്കെയാ. അപ്പൊ ഞാൻ പയ്യെ പയ്യെ സമയം എടുത്തല്ലോ. ശരിയാണല്ലോ, സമയം പിന്നെ ഇവരെ കൂടെ കൂടിയപ്പോ പിന്നെ ഇവരെ കൂടെ തന്നെയായിരുന്നു. പിന്നെ ഇവരെന്നെ വിളിച്ചോണ്ട് അതിനൊന്നും ചെയ്യുമോ എന്നുള്ള അങ്ങനത്തെ ഒരവസ്ഥയിലേക്കൊക്കെ. അപ്പൊ അത് നല്ലോണം ഹെൽപ്പ് ചെയ്തു. ഞാനീ പറഞ്ഞ പോലെ തുടക്കം കുറച്ചിങ്ങനെ ഷൈ ആയിരുന്നു. എനിക്കൊന്നും അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണല്ലേ വർഷയ്ക്ക് ഞങ്ങളായിട്ട് കോമ്പോ അങ്ങനെ എനിക്കും വർഷയ്ക്കും ഉണ്ട്, വളരെ കുറവാണ്. ധ്രുവനായിട്ടാണ് ഇവരുടെ ഒരു ലവ് ട്രാക്ക് ഒക്കെയാണ് കൂടുതലുള്ളത്. നിങ്ങളാണല്ലേ പേയേഴ്സ്. ഇവരാണ് ഹീറോ ഹീറോയിൻ. ഇതാണോ മറ്റേ റെഡ് ഇത് എറിഞ്ഞു കഴിഞ്ഞാ ആ ഒരു അല്ല അല്ല അതല്ലേ അത് അല്ലല്ല അങ്ങനെയല്ല, അത് വേറെ. എനിക്കൊന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് 3-4 ഹീറോയിൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ലേഡി ക്യാരക്ടേഴ്സ്, ഫീമെയിൽ കുറച്ച് ക്യാരക്ടേഴ്സ്. ലെയേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ആ ട്രാവൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മാത്രമുണ്ട്. അവരുടെ ഇമോഷൻസും അവരുടെ ഹാപ്പിനെസ്സും ഒക്കെയാണ്. പക്ഷെ ഒരു സ്ഥലത്തെത്തിക്കഴിയുമ്പോഴാണ് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് അതിലേക്ക്. ഇവർ 5 ഫ്രണ്ട്സ് അല്ല, വേറെയും ഇഷ്ടംപോലെ. ഇവർ 5 ഫ്രണ്ട്സ് ട്രാവൽ ചെയ്തൊരു സ്ഥലത്തെത്തുന്നു, ഖജുരാഹോയിലെത്തുന്നു. അവിടെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ. അതാണ് ഷർഫുദ്ദീന് വൈഫുണ്ട്, വൈഫുള്ള ക്യാരക്ടറാണ്. അപ്പോൾ പകുതിയിൽ വരുമ്പോൾ വൈഫ് ജോയിൻ ചെയ്യും, അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. ഞാൻ അതിൽ 2-3 സീനൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം അപ്പോൾ പിന്നെ മൂവിയുടെ കഥ നിങ്ങൾക്ക് പറയേണ്ടി വരും. ഓക്കെ, അപ്പം നിങ്ങളുടെ മൂവി ഇപ്പം ഉടനെ റിലീസ് ആവാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? തിയേറ്ററിൽ പോയി കാണുക, പടം എങ്ങനെയുണ്ടെന്ന് പറയണം, അഭിപ്രായം പറയണം. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കുറേ കാലത്തെ ആഗ്രഹം തന്നെയാണ്. അതും നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ മനോജേട്ടൻ്റെ ആഗ്രഹമാണ് ഈ പടം ഇറങ്ങാൻ പോണതിൻ്റെയും ഇറങ്ങുന്നതിൻ്റെയും എല്ലാ ഇതും മനോജേട്ടൻ്റെ ക്രെഡിറ്റ്സിൽ തന്നെയാണ്. കണ്ടിട്ട് പറയണം. മനോജേട്ടൻ്റെ ഫസ്റ്റ് മൂവിയാണല്ലോ, എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ല, ഇപ്പം ധ്രുവൻ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. സിനിമ ഒരു സ്വപ്നമാണ്, സിനിമ ഒരു മാജിക്കാണ്. അപ്പോൾ ആ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിലാണ് നല്ല കഥകളൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്നത്. അപ്പം പ്രേക്ഷകർ ഇഷ്ടപ്പെടാനുള്ള എല്ലാ വിഭവങ്ങളും ഇതിനകത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. അതെ, തിയേറ്ററിൽ മാത്രം പോയി. അതെ, തിയേറ്ററിൽ വന്ന് ഡിസംബർ 5-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണണം. മനോജേട്ടാ, ഈ മൂവിയുടെ ക്രൂ എന്ന് പറയാൻ പറ്റും, എന്താണ് ക്രൂ? ഇത് MK നാസറും അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ 2 പേര് കൂടിയാണ് പടം നിർമ്മിച്ചിരിക്കുന്നത്. സേതുവേട്ടനാണ്, സച്ചി സേവിലെ സേതുവേട്ടനാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാമറമാൻ പ്രദീപ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഗോപി സുന്ദറാണ് മ്യൂസിക്. അതിൻ്റെ വലിയൊരു
ഹൈലൈറ്റ് ആണ്. ആക്ച്വലി നമ്മളത് സംസാരത്തിലേക്ക് എത്തിയില്ല സംഗീതത്തിനെ കുറിച്ച്. 4 അത്യാവശ്യം കുഴപ്പമില്ലാത്ത 4 പാട്ടുണ്ട്. ഒരു സോങ് ഞാൻ ഇങ്ങനെ ഓൾറെഡി ഒരു സോങ് നമ്മൾ ഇറക്കിയിട്ടുള്ളൂ. ഒരു ട്രാവൽ ജോണിലുള്ള സോങ്ങാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു ട്രാവലിന്റെ ശ്രീനിവാസൻ പാടിയ, ഹരിചാരൻ എഴുതിയ നല്ല വരികളുള്ള ഒരു പാട്ടാണ്. പിന്നെ ഇത്രയും നമ്മൾ മുമ്പ് ഇങ്ങനെ സംസാരിച്ച് പോയപ്പോൾ പറഞ്ഞപ്പോഴുണ്ടായത് ഈ സിനിമ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കുറച്ച് നാളായി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബിസിനസ് ആകാതെ എല്ലാ സിനിമകളും ഇഷ്ടംപോലെ സിനിമകളുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാ സിനിമകളും ഓടണമെന്നാണ്. അപ്പം നമ്മൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും ആഗ്രഹിക്കുന്നതും അത് ബിസിനസ്സായിട്ട് തിയേറ്ററിലേക്ക് എത്തണമെന്നാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് അതിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇപ്പം സിനിമ നല്ല രീതിയിൽ ബിസിനസ്സായി. അതിൻ്റെ ഭാഗമായിട്ട് ആശീർവാദ് എന്ന കമ്പനി, ലാൽ സാറിൻ്റെ കമ്പനി, ആനണി ചേട്ടൻ്റെ കമ്പനി ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം. വലിയൊരു ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ കൂട്ടുന്നു, അവരുടെ എല്ലാം സഹകരണം. അപ്പം ഡിസംബർ 5-ന് റിലീസ് ചെയ്യുന്നു, തിയേറ്ററിൽ വരുന്നു. ആൾക്കാർ കാണുക എന്നുള്ളതാണ് അടുത്ത ഇനിയും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇനിയും അടുത്ത കാര്യം. ഇഷ്ടപ്പെടാനുള്ള എല്ലാ കണ്ടന്റ്സും മൂവിയിലും ഉണ്ട്. അത്യാവശ്യം അതാണ്. ത്രില്ലറാണോ ചോദിച്ചാൽ ത്രില്ലറാണ്, കോമഡിയാണ്, ട്രാവൽ എല്ലാം ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ് മൂവിയാണ്. അതായത് ഇപ്പം നമ്മളിങ്ങനെ ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്യുമ്പം സേതുചേട്ടൻ്റെ സിനിമകളെല്ലാം തന്നെ ഈ ഗ്രൂപ്പ് കളിയാണ് മൊത്തം. അത് ശകലം പ്രയാസമാണ് എഴുതാൻ. അത് സേതുചേട്ടൻ്റെ ബ്രില്യൻസ് ആണ്. അത് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാര്യം ഒരു നായകനും ഒരു നായികയും വെച്ച് പറയുന്ന പോലെയല്ല, ഒരുപാട് നായികമാരും വെച്ച് അങ്ങനെ ഒരു കഥ പറഞ്ഞു പോകാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം അത് സേതുചേട്ടൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ്. സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ട് തന്നെ ഫുൾ സ്ക്രിപ്റ്റ് തീർത്തിട്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് ലാൻഡ് ചെയ്തത്. അതെ, അപ്പോൾ നിങ്ങളുടെ മൂവി ഒരു ഭയങ്കര ഹിറ്റ് ആവട്ടെ. ഉടനെ തന്നെ മനോജ് ചേട്ടൻ അടുത്ത മൂവിയും ചെയ്യട്ടെ. അപ്പോൾ അതിൽ നിങ്ങളുടെ കൂടെ എന്നെയും കൂടി വിളിക്കട്ടെ.